ഓക്കെ, കണ്ടന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഇമെയിൽ കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അയക്കുന്ന ഇമെയിലിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് ഇപ്പോൾ ഒരു ഓഫർ ലെറ്ററിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഓഫർ ലെറ്ററിന്റെ കാര്യമാണെങ്കിൽ വളരെ ചുരുങ്ങിയ സെന്റൻസുകൾ കൊണ്ട് നിങ്ങളെ ഈ ഓഫർ ലെറ്റർ അല്ലെങ്കിൽ നിങ്ങളെ ഈ ജോലിക്ക് ഞങ്ങൾ വിളിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വളരെ ബ്രീഫായിട്ട് വേണം എഴുതാനായിട്ട്. ഇപ്പോൾ മെയിലിൽ നമ്മൾ സബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞ് കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൂടെ പറയാം. ദിസ് മെയിൽ ഈസ് ടു ഇൻഫോം യു ദാറ്റ്. ഒരു ഇൻഫോർമേഷൻ ആണ് കൊടുക്കുന്നത് വെച്ചെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റാർട്ടിങ്. സോ ഓരോന്നിനും അതിൻ്റെതായിട്ട് ചേർന്നിട്ടുള്ളൊരു സ്റ്റാർട്ടിങ് നമുക്ക് കൊടുക്കുക, ഏത് സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിൽ. അപ്പോൾ ജസ്റ്റ് അതൊരു 2-3 വരികളിൽ ഒതുക്കിയ ശേഷം ഉൾഭാഗത്തേക്ക് വരാം നമുക്ക്. അതായത് 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്: ഷോർട്ട് ആൻഡ് ബ്രീഫ്, ഓക്കെ, ആൻഡ് ക്ലിയർ. 3 കാര്യങ്ങൾ പറയാം. ഷോർട്ട് ആയിരിക്കണം, ബ്രീഫ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം, ആൻഡ് ഡയറക്റ്റ് ടു ദ പോയിന്റ്. പോയിന്റിലേക്ക് നമ്മൾ എത്തണം. ഓക്കെ, ഷോർട്ട് ആൻഡ് ബ്രീഫ്, പിന്നെ ക്ലിയർ ആൻഡ് ടു ദ പോയിന്റ്. ഈ 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ക്ലിയർ ആയിട്ട് എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് പറയുക. കാരണം ലോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഇല്ലാത്തൊരു മെയിലാണെങ്കിൽ അത് ഒരു എഫക്റ്റീവായിട്ട് വായിക്കുന്ന ആൾക്ക് തോന്നില്ല. മാത്രമല്ല അതൊരു ബോറിംഗ് ആയിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ കണ്ടന്റിൽ പിന്നെ നമ്മൾ ഒരു പാരഗ്രാഫ് തിരിക്കുമ്പോൾ പാരഗ്രാഫ് കുറച്ച് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി എൻഡിങ് ആണെങ്കിൽ കൺക്ലൂഷൻ ആണെങ്കിൽ അത് വേറെ പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതുന്നു. തുടക്കത്തിൽ നമ്മൾ ജസ്റ്റ് ഇൻട്രോ കൊടുത്തു, ബാക്കി മെയിൻ കണ്ടന്റ് കൊടുത്തു, കൺക്ലൂഷൻ ജസ്റ്റ് ലാസ്റ്റ് വേറൊരു പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതുന്നു. അങ്ങനെയൊക്കെ മാക്സിമം ബ്യൂട്ടിഫൈ ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മുടെ പങ്ക്ച്വേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഡോട്ടഡ് അല്ലെങ്കിൽ കോമ, സെമി കോളൻ, അപ്പം അങ്ങനത്തെ യൂസ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് മാക്സിമം ബ്യൂട്ടിഫൈ ചെയ്യുക. അതാണ് ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് കണ്ടന്റിൽ ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ ആയിരിക്കണം, ബ്രീഫ് ആയിരിക്കണം, ഷോർട്ട് ആയിരിക്കണം, പോയിന്റിലേക്ക് ആയിരിക്കണം. 5ാമത് ഇപ്പോൾ പറഞ്ഞ കാര്യം കൂടി ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ ആക്കി വെക്കുക. പാരഗ്രാഫ് ആണെങ്കിൽ പാരഗ്രാഫ്, അത്തരം കാര്യങ്ങൾ അതിൽ ചേർക്കുക. സോ ഇത്രയും കാര്യങ്ങൾ ആ കണ്ടന്റ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് വളരെ വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വായിക്കുന്ന ആളുകൾക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാകാനായിട്ട് കാരണമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കണ്ടന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് നമുക്ക് പറയാനുള്ളത് ടോൺ. ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ, അതിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ അതൊരു പോസിറ്റീവ് ടോണിലുള്ളതായിരിക്കും. പോസിറ്റീവ് ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിലൊരു ഹാർഷ് ആയിട്ടുള്ള വേർഡ്സുകൾ, റഫ് ആയിട്ടുള്ള, വളരെ ഇപ്പോൾ സ്കോൾഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ ആവശ്യപ്പെടുന്ന മെയിലാണെങ്കിൽ പോലും, അതാണ് നമ്മൾ മറ്റൊരാളോട് ആവശ്യപ്പെടുന്നത് എങ്കിൽ പോലും, അത്തരത്തിലുള്ളൊരു മെയിൽ ആവശ്യപ്പെടുന്നത് എങ്കിൽ പോലും നമ്മളതിൽ നല്ല ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യുക. ഓക്കെ, അതായത് സെൻറ്റൻസ് ബിൽഡ് ചെയ്യുന്നതിൽ, വേർഡ്സ് ബിൽഡ് ചെയ്യുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ഈ ടോൺ എന്നുള്ളൊരു കാര്യത്തിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അതിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഭയങ്കര റഫ് ആയിട്ടുള്ള സ്കോൾഡിങ് ടൈപ്പ് അല്ലെങ്കിൽ ഒരു കമാൻഡിങ് ടൈപ്പ് എന്നുള്ളതിനേക്കാളും ഒരു പൊളൈറ്റ് ആയിട്ടുള്ള, ആളുകൾക്ക് അത് വായിച്ചിട്ട് ഒരു അതിനെ പറ്റിയിട്ടൊരു ബാഡ് ഇമേജ് അല്ലെങ്കിൽ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ഇത് മൈൻഡിൽ വരുന്നതിനേക്കാളും ഒരു പൊളൈറ്റ് ആയിട്ടുള്ള രീതിയിൽ എന്ത് കാര്യങ്ങളും മെയിലിലൂടെ ടൈപ്പ് ചെയ്യുക. ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാതിരിക്കുക, എക്സ്ക്ലമേഷൻ മാർക്കുകൾ അല്ലെങ്കിൽ ആശ്ചര്യ ചിഹ്നങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ടോൺ എന്ന് പറയുന്നതിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, എക്സ്ക്ലമേഷൻ മാർക്ക് ഒഴിവാക്കുക, ക്യാപിറ്റൽ ലെറ്ററുകൾ ഒഴിവാക്കുക, ഒരു പോസിറ്റീവ് ടോണിൽ ഹാർഷ് വേർഡ്സ് ഒന്നും ഉപയോഗിക്കാതിരിക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ പറയാം, ടോട്ടലി എന്താ പറയാ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരാൾ അനാവശ്യമായിട്ട് ലീവ് എടുത്തു, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുള്ള മെയിലാണ് നമ്മൾ ആവശ്യപ്പെടുന്നതെങ്കിൽ പോലും അയാളോട് ഒരു റൂഡായിട്ടുള്ള വാക്കുകൾ മാക്സിമം അതിൽ യൂസ് ചെയ്യാതിരിക്കുക. പൊളൈറ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം മെയിൽ കമ്പോസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനെയാണ് മൊത്തത്തിൽ ആ ലാംഗ്വേജിൻ്റെ ഒരു ടോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പോസിറ്റീവ് ടോൺ അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് ടോണിൽ വേണം എപ്പോഴും മെയിലുകൾ അയക്കാനായിട്ട്. സോ ആ ഒരു ഭാഗത്തിനാണ് ടോൺ എന്നതുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് ദ 9th വൺ ഈസ് ലാംഗ്വേജ്. ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോണിൻ്റെ തന്നെ ഒരു ബാക്കി പത്രമാണ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു പോയിന്റ്.
നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വരുത്താതിരിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ നേരത്തെ പാരഗ്രാഫിൻ്റെ ക്യാപിറ്റൽ ലെറ്ററിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ ഫുൾ സ്റ്റോപ്പ് വേണ്ടെടുത്ത് ഫുൾ സ്റ്റോപ്പ്, കോമ വേണ്ടെടുത്ത് കോമ, അത്തരത്തിലുള്ള സംഗതികളൊക്കെ ഉപയോഗിച്ച് കൃത്യമായിട്ടുള്ളൊരു ലാംഗ്വേജ് ബിൽഡ് ചെയ്തെടുക്കുക. ഓക്കെ, നമ്മൾ ആദ്യം ഒരു സാമ്പിൾ ടൈപ്പ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ടൈപ്പ് ചെയ്താലും കുഴപ്പമില്ല. കറക്റ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ബിൽഡ് ചെയ്തെടുത്തിട്ട് അതിലൂടെ മെയിൽ അയക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ നോക്കുക. അപ്പോൾ ആ ഒരു പോയിന്റാണ് 9th നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്. വി ഷുഡ് യൂസ് അപ്രോപ്രിയേറ്റ് പങ്ക്ച്വേഷൻസ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഗ്രാമറ്റിക്കൽ സൈൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ വേർഡ്സ്, അത്തരം കാര്യങ്ങളൊക്കെ എക്സാക്റ്റ് സാധനങ്ങൾ ഏറ്റവും മാച്ച് ആവുന്ന എന്താണെന്ന് നമ്മൾ നോക്കുക. ഓക്കെ, അപ്പോൾ അതിനാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ദെൻ 10th one, റൈറ്റിംഗ് എ കംപ്ലൈൻറ്റ്. ഒരു കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു മെയിലാണ് നമ്മൾ അയക്കുന്നതെങ്കിൽ, റൈറ്റിംഗ് എ കംപ്ലൈൻറ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഒരു കംപ്ലൈൻറ്റ്, ഒരു പരാതി ആയിട്ടുള്ളൊരു മെയിലാണ് നമ്മൾ അയക്കുന്നതെങ്കിൽ അതിൽ എന്താണ് പരാതിക്ക് ഇടയാക്കിയ സാഹചര്യം, അതിൻ്റെ ഭാഗത്ത് ഇപ്പോൾ പരാതി നമ്മൾ മുന്നേ മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെഫറൻസ് വയ്ക്കാം. മുന്നേ നമ്മൾ ഇന്ന ഡേറ്റിൽ അയച്ചിരുന്നു, യാതൊരു നടപടിയും ഉണ്ടായില്ല, ഇങ്ങനത്തെ ഒരു പ്രശ്നം പരിഹരിക്കാനാണ് നമ്മൾ മെയിൽ ചെയ്യുന്നത്. എന്തിനെ പറ്റിയാണോ കംപ്ലൈൻറ്റ് എന്നുള്ളത് വ്യക്തമായിട്ട് അതിൽ രേഖപ്പെടുത്തുക. അതിനുശേഷം മാത്രമേ മെയിൽ തുടങ്ങാൻ പാടുള്ളൂ. അപ്പോൾ ആ കംപ്ലൈൻറ്റ് ആദ്യം നമ്മൾ റെഫർ ചെയ്യുന്നു, അതിന് മുന്നേ നമ്മൾ മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ റെഫർ ചെയ്തിട്ട് വേണം ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനാണ് റൈറ്റിംഗ് എ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഫോർമാറ്റിൽ പറയുന്നത് കംപ്ലൈൻറ്റിനെ പറ്റി, എന്തുകൊണ്ടാണ് കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഇത്ര വിഷമം ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അതിൽ പോയിന്റ് ഔട്ട് ചെയ്യണം. എന്തുകൊണ്ടാണ് ഇത്ര ക്രിട്ടിക്കൽ ആവുന്നത്, ഈ ഒരു കാര്യം, പ്രോബ്ലം എന്തുകൊണ്ടാണ് ഇത്ര ക്രിട്ടിക്കൽ ആയതെന്നുള്ളത് അതിൽ ശരിക്കും പോയിന്റ് ഔട്ട് ചെയ്യണം. അപ്പോൾ അതിനാണ് 10th പോയിന്റ് റൈറ്റിംഗ് എ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്. 11th one ഈസ് അറ്റാച്ച്മെൻറ്റ്സ്. എന്തെങ്കിലും സംഗതികളിൽ അറ്റാച്ച്മെൻറ്റ്സ് നീഡാണ്. ഇപ്പോൾ എന്തെങ്കിലും, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റുകൾ, അപ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻറ്റ് PDF ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ PDF നമ്മൾ അതിൽ അറ്റാച്ച് ചെയ്യുന്നു. ഓക്കെ, ഒരു വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തെ വരവ് ചെലവ് കണക്കുകൾ, അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും PDF-കൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബില്ലുകളോ എന്തെങ്കിലും സംഗതികൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ മെയിലിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഇങ്ങനത്തെ ഒരു ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇമെയിലിൽ റെഫർ ചെയ്യും കൂടി വേണം. അറ്റാച്ച്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയാണ്, ഇതിനോടൊപ്പം തന്നെ മേൽ പറഞ്ഞ അറ്റാച്ച്മെൻറ്റ് ഇതിൽ കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളൊരു വാചകം, എൻക്ലോസിങ് ദിസ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അതുകൂടെ നമ്മൾ മെയിലിൽ സൂചിപ്പിക്കണം. അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലൊരു എറ്റിക്വേറ്റ് ആണ്. അപ്പോൾ ആ ഒരു സംഗതിയാണ് 11th പോയിന്റായ അറ്റാച്ച്മെൻറ്റ്സിൽ പറയുന്നത്. ആവശ്യമുള്ള അറ്റാച്ച്മെൻറ്റ്സ് നമുക്ക് ആവശ്യമുള്ളത് മാത്രം. ഓക്കെ, അനാവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ അതിന് ഇപ്പോൾ കഴിഞ്ഞ മാസത്തെയാണ് നമ്മളോട് ആവശ്യപ്പെട്ടെങ്കിൽ കഴിഞ്ഞ മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അറ്റാച്ച് ചെയ്യും. അതിന് മുന്നത്തെ മാസത്തെ നമ്മൾ അറ്റാച്ച് ചെയ്യരുത്. ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് മാത്രം അറ്റാച്ച് ചെയ്യുക. പ്ലസ് അതിനെ പറ്റിയിട്ട് മെയിലിൽ ഒന്ന് പ്രതിപാദിക്കുകയൂടി ചെയ്ത് ഇന്ന അറ്റാച്ച്മെൻറ്റ് ഇതിൻ്റെ ഒപ്പം നമ്മൾ ആഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി പറയുക. ആൻഡ് ദ 12th one ഈസ് പ്രൈവസി. പ്രൈവസി എന്ന് പറയുന്ന ഒരു എറ്റിക്വേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സീക്രട്ട് സ്വഭാവമുള്ള എന്തെങ്കിലും വിവരങ്ങളോ അറ്റാച്ച്മെൻറ്റ്സോ ആണ് കൈമാറുന്നതെങ്കിൽ, ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യം അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അങ്ങനത്തെ എന്തെങ്കിലും സംഗതികളായിക്കോട്ടെ, അപ്പോൾ അതാണ് കൈമാറുന്നതെങ്കിൽ അതിന് ഒരു പാസ്വേഡോ ലോക്കോ അങ്ങനത്തെ എന്തെങ്കിലും സെറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ സെറ്റ് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അത് വേറെ ഒരാളുടെയിലേക്ക് എത്തി മിസ്യൂസ് ചെയ്യപ്പെടാൻ, ഈവൻ നമ്മുടെ ഇൻബോക്സ് ഹാക്ക് ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇത്തരം വിവരങ്ങൾ പുറത്തു പോവുകയില്ല. പിന്നെ ഇമെയിലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടുന്ന് അയച്ചു കഴിഞ്ഞാൽ ഓൾറെഡി അത് കംപ്ലീറ്റ് റിസീവ് ചെയ്യുന്ന ആളുടെ അടുത്തെത്തി. അയാൾക്ക് നമ്മൾ അയച്ച ആ ഒരു ഡാറ്റ വെച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ട് അയാളുടെ ആയി കഴിഞ്ഞു. അറ്റാച്ച്മെൻ്റ് ആയിക്കോട്ടെ, നമ്മൾ ടൈപ്പ് ചെയ്ത എന്ത് സംഗതികളായിക്കോട്ടെ. സോ മെയിൽ ചെയ്യുമ്പോൾ അൾട്രാ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അയക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, നമ്മൾ വിചാരിച്ച ആൾ തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ ഹാക്ക് ചെയ്യപ്പെടാൻ അങ്ങനത്തെ ചാൻസുകളുണ്ട്. അതല്ലെങ്കിൽ മറ്റൊരു മാർഗം സ്വീകരിക്കുക. ഓക്കെ, ഇമെയിലിൽ അയക്കുമ്പോൾ പിന്നെ അല്ലെങ്കിൽ പാസ്വേഡ് അങ്ങനത്തെ ഒരു സംഗതി സെറ്റ് ചെയ്യുക. അപ്പോൾ പാസ്വേഡ് നമ്മൾ പറഞ്ഞു കൊടുത്ത അയാൾക്ക് മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഒരു പരിധി വരെ മറ്റ് റിസ്കുകൾ ഒഴിവാക്കുക. അപ്പോൾ അതിനെയാണ് പ്രൈവസി എന്ന് പറയുന്നത്. ആൻഡ് ദ 13th one ഈസ് ചെക്ക് ആൻഡ് റിവ്യൂ. അതായത് ഒരു മെയിൽ അയക്കുന്നതിന് മുന്നേ അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇത്രയും എറ്റിക്വറ്റുകൾ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും അതൊരു നല്ലൊരു ഇമെയിൽ ആണോ അല്ലയോ എന്നുള്ളത്. ഈ പറഞ്ഞ ഒരു 10-15 കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. സല്യൂട്ടേഷൻസ് കറക്റ്റ് അല്ലേ, CC ലൈനിൽ നമ്മൾ ആവശ്യമുള്ള ആളുകളുടെ പേര് തന്നെയല്ലേ വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കണ്ടന്റിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടോ, ലാംഗ്വേജ് ഉണ്ടോ, എന്തെങ്കിലും ബാഡ് വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ,
അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ആണെങ്കിൽ കംപ്ലൈൻറ്റ് നമ്പർ നമ്മൾ അല്ലെങ്കിൽ മുന്നേ പരാതി കൊടുത്തതിൻ്റെ റെഫറൻസ് അതിൽ വെച്ചിട്ടുണ്ടോ, ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യാനുണ്ടെങ്കിൽ ആവശ്യമുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും ഞാൻ അറ്റാച്ച് ചെയ്തിട്ടില്ലേ, ആവശ്യമില്ലാത്തതൊന്നും അതിൽ കയറി ഇരിക്കുന്നില്ലല്ലോ, അത്രയും കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മളൊരു പരീക്ഷ എഴുതിയിട്ട് നമ്മൾ വീണ്ടും നോക്കില്ലേ, അതേപോലത്തെ ഒരു പരിപാടി ഇത്. പരീക്ഷ എഴുതിയിട്ട് പേപ്പർ കൊടുക്കാൻ നേരത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യുന്ന പോലെ മെയിൽ സെൻഡ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, ഒന്ന് റിവ്യൂ ചെയ്യുക. സോ ഇഫ് ദർ വി ഫൗണ്ട് എനി മിസ്റ്റേക്സ്, നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അവസാനം ലാസ്റ്റ് മിനിറ്റിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അപ്പോൾ നമുക്കത് തിരുത്താൻ സാധിക്കും. ഓക്കെ, നമ്മളിത് അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറ്റില്ല, അതാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ലാസ്റ്റ് മിനിറ്റിൽ എന്തെങ്കിലും കണ്ടത് തിരുത്തിയിട്ട് ഒന്നും കൂടി ഒന്ന് ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ അതിനാണ് ചെക്ക് ആൻഡ് റിവ്യൂ എന്ന് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു പോയിന്റ് പറയാനുള്ളത് റെസ്പോൺസ് ടൈമാണ്. നമുക്കൊരു ഇമെയിൽ എന്തെങ്കിലും ആവശ്യപ്പെട്ട് എന്തെങ്കിലും ഒരു സംഗതി ആവശ്യപ്പെട്ട് കിട്ടിക്കഴിഞ്ഞു എങ്കിൽ അതിൻ്റെ ഒരു റെസ്പോൺസ് ടൈം വിത്തിൻ 24 hours എന്നാണ് പറയുന്നത്. 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ റിപ്ലൈ കൊടുത്തിരിക്കണം. എന്തെങ്കിലും റിപ്ലൈ ആവശ്യമുള്ള മെയിലാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ നമ്മളൊരു റിപ്ലൈ കൊടുത്തിരിക്കണം. അതാണ് മറ്റൊരു എറ്റിക്വറ്റ് എന്ന് പറയുന്നത്. നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോൾ, നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ആദ്യം ഒരു മെയിൽ കിട്ടി അതിൻ്റെ അക്നോളജ്മെൻറ്റ് ഒരു റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ അത് വിത്തിൻ 24 hours ചെയ്യണം. അതൊരു നല്ലൊരു എറ്റിക്വറ്റ് ആണെന്ന് പറയുന്നത്. ഇമെയിൽ അയക്കുന്ന കാര്യത്തിൽ നല്ലൊരു എറ്റിക്വറ്റ് ആണത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും സംഗതികളുണ്ടെങ്കിൽ വിത്തിൻ 24 hours നമ്മളൊരു റിപ്ലൈ കൊടുക്കുക. ദെൻ 15th വൺ ഈസ് ദ ക്ലോസിങ്. എങ്ങനെയാണ് ഇത് ക്ലോസ് ചെയ്യേണ്ടത്? ക്ലോസ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഒന്ന് കോംപ്ലിമെൻ്ററി ക്ലോസിങ്, രണ്ട് സിഗ്നേച്ചർ. കോംപ്ലിമെൻ്ററി ക്ലോസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഡിയർ, ഹായ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന പോലെ, റെസ്പെക്റ്റഡ് സാർ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന പോലെ തന്നെ മെയിൽ അവസാനിക്കുമ്പോൾ താങ്ക്ഫുൾ അല്ലെങ്കിൽ വിത്ത് റിഗാർഡ്സ് അങ്ങനെയുള്ള ഒരു വാക്കുകൾ നമ്മൾ കത്തുകളിൽ ലാസ്റ്റ് ചേർക്കില്ല. യുവേഴ്സ് ഒബീഡിയൻ്റ്ലി, യുവേഴ്സ് സിൻസിയർലി, യുവേഴ്സ് വെയ്റ്റ്ഫുള്ളി എന്നൊക്കെ ചേർക്കണ പോലെ വിത്ത് റിഗാർഡ്സ്. ഓക്കെ, അതല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ബെസ്റ്റ് വിഷസ്, സീ യു ടുമോറോ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ലാസ്റ്റ് ചേർക്കുന്ന ആ ഒരു കോട്ട്, അതിനാണ് നമ്മൾ പറയുന്നത് എന്ത്, കോംപ്ലിമെൻ്ററി ക്ലോസിങ് എന്ന് പറയുന്നത്. കോംപ്ലിമെൻ്ററി ക്ലോസിങ്. ഓക്കെ, ക്ലോസിങ്ങിൽ വരുന്ന ഒരു സംഗതിയാണ് കോംപ്ലിമെൻ്ററി ക്ലോസിങ്. ഇനി കോംപ്ലിമെൻ്ററി ക്ലോസിങ് വിഷിംഗ് യു സക്സസ്ഫുൾ, അല്ലെങ്കിൽ സീ യു ടുമോറോ, അല്ലെങ്കിൽ വിത്ത് റിഗാർഡ്സ്, അത് കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗത്തിനാണ് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജറാണ്, വിത്ത് റിഗാർഡ്സ് നമ്മുടെ പേര് XYZ, മാനേജർ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ്, കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഏതാണ് നമ്മുടെ സ്ഥാപനം എന്ന് വെച്ചാൽ സ്ഥാപനത്തിൻ്റെ പേര്, ഓർഗനൈസേഷൻ അതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ അതിനാണ് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൾ ഇന്ന പോസ്റ്റിലിരിക്കണം, ഇന്ന ആൾ ഒഫീഷ്യലായിട്ട് അയച്ചിട്ടുള്ള എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു വിവരം അതിന് കിട്ടും. ഓക്കെ, അപ്പോൾ ക്ലോസിങ്ങിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. കോംപ്ലിമെൻ്ററി ക്ലോസിങ്. കോംപ്ലിമെൻ്ററി ക്ലോസിംഗ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വിത്ത് റിഗാർഡ്സ് അല്ലെങ്കിൽ ബെസ്റ്റ് വിഷസ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കോട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് സിഗ്നേച്ചർ. നമ്മുടെ പേര്, നമ്മുടെ അധികാരം എന്താണോ, നമ്മൾ മാനേജറാണോ അസിസ്റ്റൻറ്റ് മാനേജറാണോ, അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന സ്ഥാപനം, ആ ഒരു ഓർഡർ അനുസരിച്ച് കൊടുക്കുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ക്ലോസിങ്ങിൽ പറയാനുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മൾ 15 കാര്യങ്ങൾ എറ്റിക്വറ്റിനെ സംബന്ധിക്കുന്ന 15 കാര്യങ്ങൾ, ഇമെയിൽ എറ്റിക്വറ്റിനെ സംബന്ധിക്കുന്ന 15 കാര്യങ്ങൾ പറഞ്ഞു. ഞാനത് ഒന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാം. 15 കാര്യത്തിൽ ഫസ്റ്റ് വൺ ഈസ് ഐഡൻറ്റിഫൈ ദ റിലവൻസ്. എന്താണ് അതിൻ്റെ ആവശ്യകത എന്ന് കണ്ടെത്തുന്നത്, ഐഡൻറ്റിഫൈ ദ റിലവൻസ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് 2 ലൈൻ. തേർഡ് വൺ ഈസ് CC ലൈൻ അഥവാ കാർബൺ കോപ്പി ലൈൻ. ഫോർത്ത് വൺ ഈസ് BCC ലൈൻ, ബ്ലൈൻഡ് കാർബൺ കോപ്പി ലൈൻ. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് സബ്ജക്റ്റ് ലൈൻ. സിക്സ്ത് വൺ ഈസ് സല്യൂട്ടേഷൻസ്. സെവൻത്ത് വൺ ഈസ് കണ്ടന്റ്. എയ്ത്ത് വൺ ഈസ് ടോൺ. നയൻത്ത് വൺ ഈസ് ലാംഗ്വേജ്. 10th വൺ ഈസ് റൈറ്റിംഗ് എ കംപ്ലൈൻറ്റ്, ഒരു കംപ്ലൈൻറ്റ് എഴുതുമ്പോഴുള്ള കാര്യങ്ങൾ. 11th വൺ ഈസ് അറ്റാച്ച്മെൻറ്റ്സ്. 12th വൺ ഈസ് പ്രൈവസി. 13th ഈസ് ചെക്ക് ആൻഡ് റിവ്യൂ. 14th റെസ്പോൺസ് ടൈം. 15th ദ ക്ലോസിംഗ്. ദ ക്ലോസിംഗിൽ തന്നെ നമുക്ക് രണ്ട് സംഗതികൾ വരുന്നു, കോംപ്ലിമെൻ്ററി ക്ലോസിംഗ് ആൻഡ് സിഗ്നേച്ചർ. ഈ രണ്ട് കാര്യങ്ങളും അതിൽ വരുന്നു. ഇനി നമ്മൾ പറയാനുള്ള ഇമെയിൽ എറ്റിക്വറ്റിൻ്റെ ഭാഗമായിട്ട് ഡൂസ് ആൻഡ് ഡോൺട്സ്. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാതിരിക്കാം, എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് ചെയ്യാതെ. അപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യരുത്, ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. ഡൂസ് ആൻഡ് ഡോൺട്സ് ഓഫ് ഇമെയിൽ എറ്റിക്വറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഡൂസിനെ പറ്റിയിട്ടാണ്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്.
ബി കൺസൈസ് അറ്റ് ദ പോയിന്റ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ബി കൺസൈസ് അറ്റ് ദ പോയിന്റ്. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഡൂസിൽ കുറച്ച് അധികമായിട്ട് വരുന്നത്. കൃത്യമായിട്ട് എന്താണ് പോയിന്റ് എന്നുള്ളത് അതിൽ കറക്റ്റായിട്ട് രേഖപ്പെടുത്തുന്നു, അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ വിഷയം തന്നെ രേഖപ്പെടുത്തുന്നു, ആ പോയിന്റിൽ നിന്നും വ്യതിചലിക്കാതിരിക്കുന്നു. അതിനാണ് കൺസൈസ് ദ പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് റൈറ്റ് ഇൻ എ പോസിറ്റീവ് ടോൺ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ടോണിന്റെ കേസ്. സെയിം സംഗതി തന്നെയാണ് ഡൂസിൽ വരുന്നത്. ഒരു പോസിറ്റീവ് ടോണിൽ ആളുകൾക്ക് ഒരു പൊളൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ആളുകളോട് സംവദിക്കാനായിട്ട് ഒരു പോസിറ്റീവ് ടോൺ യൂസ് ചെയ്യുക. തേർഡ് വൺ ഈസ് അഡ്രസ് ഓൾ ദ ക്വസ്റ്റ്യൻസ് ഓർ കൺസേൺസ് ടു അവോയ്ഡ് ഡിലേസ്. അതായത് ഒരു ഇമെയിൽ നമുക്ക് കിട്ടി, എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് ഒരു ഇമെയിൽ ലഭിച്ചാൽ നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോൾ ചോദിച്ച ചോദ്യങ്ങളെ എല്ലാം ഡിനോട്ട് ചെയ്തിട്ട് 3-4 ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 അല്ലെങ്കിൽ ആ ചോദ്യം എന്താണെന്ന് എഴുതി അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ എഴുതി കൊടുത്തു, അതിൻ്റെ ഉത്തരം നമ്മൾ എഴുതി കൊടുത്തു. അതേപോലെ ഓരോ ചോദ്യങ്ങളെയും ക്വസ്റ്റ്യൻ നമ്പർ 2 അതിൻ്റെ എക്സ്പ്ലനേഷൻ, 3rd 4th. അപ്പോൾ അത്രയും ചോദ്യങ്ങൾ, എന്തൊക്കെ ചോദ്യങ്ങളുണ്ടോ അത്രയും ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നമ്മൾ കൊടുക്കുക. അക്കമിട്ടിട്ടുള്ള മറുപടി എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു കാര്യം. അപ്പോൾ അതിനെയാണ് ആൻസേഴ്സ് ഓൾ ദ ക്വസ്റ്റ്യൻസ്. അപൂർണമായിട്ട് ഇമെയിൽ ഒരു റിപ്ലൈ കൊടുക്കാതിരിക്കുക. നമ്മളൊരു 3-4 ചോദ്യങ്ങൾ ചോദിച്ചു, നമ്മൾ 2 എണ്ണത്തിന് മാത്രമേ റിപ്ലൈ കൊടുത്തുള്ളൂ. അത് പാടില്ല. കൃത്യമായിട്ട് ഉള്ള എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി നമ്മൾ കൊടുക്കണം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് അബൌട്ട് എ സിംഗിൾ സബ്ജക്റ്റ് അറ്റ് എ ടൈം. അതായത് ഒരു മെയിലിൽ, നമ്മൾ അയക്കുന്ന ഒരു മെയിലിൽ ഒരു സബ്ജക്റ്റിനെ പറ്റി മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ഓക്കെ, ലീവ് എടുത്തതിൻ്റെ എക്സ്പ്ലനേഷൻ ആണെങ്കിൽ ലീവ് എടുത്തതിൻ്റെ എക്സ്പ്ലനേഷൻ മാത്രമേ നമ്മൾ ചോദിക്കാൻ പാടുള്ളൂ. ഓക്കെ, പ്ലസ് അതിനെപ്പറ്റി കഴിഞ്ഞ മാസത്തെ വേറൊരു സംഭവത്തെ പറ്റി ചോദിക്കാൻ പാടില്ല. സബ്ജക്റ്റ് ഒരെണ്ണം മാത്രമായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ലീവ് എടുത്തതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചു, അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യത്തിൻ്റെ അഭിപ്രായം, അങ്ങനെ 2 സബ്ജക്റ്റ് ഒരു മെയിലിൽ ആഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഒപ്പീനിയൻ ചോദിച്ചിട്ടുള്ള വേറൊരു ഇമെയിൽ വേറൊരെണ്ണം അയക്കാം. ഓക്കെ, അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണത്. അതായത് ഈ പറയുന്ന പോലെ ഒരു വിഷയം മാത്രം സംസാരിക്കുക. ഒരു മെയിലിൽ ഒറ്റ വിഷയം മാത്രം സംസാരിക്കുക. പല വിഷയങ്ങളും അതിൽ കടന്നു വരാതിരിക്കുക, അല്ലെങ്കിൽ 2 ടോപ്പിക്കൊന്നും അത് ഒരു മെയിലിൽ നമ്മൾ കൺവേ ചെയ്തിരിക്കുക. അതിനെപ്പറ്റി ഒറ്റ സബ്ജക്റ്റ് മാത്രം സംസാരിക്കുകയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു നല്ലൊരു വശം. ഓക്കെ, അപ്പോൾ നമുക്കൊരു സംശയം തോന്നാം. നേരത്തെ പറഞ്ഞൊരു പോയിന്റ്, ഇതിന് തൊട്ട് മുന്നേ പറഞ്ഞ പോയിന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 2, 3, 4 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എത്ര വേണമെങ്കിലും ചോദിക്കാം. ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ബട്ട് സബ്ജക്റ്റ് ഒന്ന് തന്നെ ആയിരിക്കണം. വിഷയം, കൈകാര്യം ചെയ്യുന്ന വിഷയം ഒന്ന് തന്നെ ആയിരിക്കണം. ഓക്കെ, എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ റിഗാർഡ് ചെയ്തിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാം. ബട്ട് ഞാൻ പറയുകയാണെങ്കിൽ സബ്ജക്റ്റ്, ലീവ് എടുത്തതിൻ്റെ എക്സ്പ്ലനേഷൻ ആണെങ്കിൽ അത് മാത്രമേ അതിൽ പാടുള്ളൂ. വേറെ ഒപ്പീനിയൻ, വേറെ ഫർദർ കാര്യങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അറ്റ് എ ടൈം ഇൻ വൺ മെയിലിൽ ഒറ്റ മെയിലിൽ ഒറ്റ സബ്ജക്റ്റ് മാത്രം. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് പറയാനുള്ളത് യൂസ് പ്രോപ്പർ സ്പെല്ലിംഗ്, ഗ്രാമർ ആൻഡ് പങ്ക്ച്വേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇമെയിൽ എറ്റിക്കറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ തന്നെ ഡൂസിൽ പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. അതായത് കൃത്യമായിട്ടുള്ള പങ്ക്ച്വേഷൻസ്, ഗ്രാമർ, സ്പെല്ലിങ് ഇതൊക്കെ ഓർഡർ ആയിട്ട് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. അതിലൊരു മിസ്റ്റേക്സ് വരുത്താതിരിക്കുക. അതിന് വേണ്ടിയിട്ടുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്. റീഡ് ദ മെസ്സേജ് ബിഫോർ സെൻഡ് ഇറ്റ്. റീഡ് ദ ഇമെയിൽ മെസ്സേജ് ബിഫോർ സെൻഡ് ഇറ്റ്. അയക്കുന്നതിന് മുന്നേ നമ്മൾ ഒന്നുകൂടി ചെക്ക് ആൻഡ് റിവ്യൂ, നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ ഒന്നുകൂടെ പറയുന്നേ ഉള്ളൂ. അയക്കുന്നതിന് മുന്നേ ഒന്നുകൂടി റീചെക്ക് ചെയ്യുക, ശരിയല്ലേ, എല്ലാതും തെറ്റുകളില്ലല്ലോ എന്നുള്ളത്. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് പറയാനുള്ളത് പ്രൊവൈഡ് ഓൾ സപ്പോർട്ടിങ് ഇൻഫോർമേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആവശ്യമുള്ള അറ്റാച്ച്മെന്റുകളൊക്കെ ആഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞതിന്റെ വേറൊരു ഭാഗം സപ്പോർട്ടിങ് ഇൻഫോർമേഷൻസ് ആയിട്ട് നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ ആ വിഷയത്തെ സംബന്ധിക്കുന്ന എന്തെങ്കിലും സംഗതികൾ സപ്പോർട്ട് ചെയ്യാനുള്ള വിഷയങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ കൂടെ വെക്കാവുന്നതാണ്. കഴിഞ്ഞ മാസം ഇത് നടന്നിരുന്നല്ലോ എന്ന് പറയുന്ന എന്തെങ്കിലും സംഗതിനെ അതിൻ്റെ ബാക്കി ഭാഗമാണ് അയക്കുന്നതെങ്കിൽ കഴിഞ്ഞതിൻ്റെ ബാക്കി, അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള ഒരു കണ്ടിന്യൂഷൻ ആണെങ്കിൽ മുന്നേ ഇത് ഉണ്ടായല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെഫറൻസ് പോലെ വെക്കുന്നത് വളരെ നന്നായിരിക്കും. അതാണ് പ്രൊവൈഡ് ഓൾ സപ്പോർട്ടിങ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ 8th വൺ ഈസ് കീപ് ദ ലാംഗ്വേജ് ജെൻഡർ ന്യൂട്രൽ. അതിൽ ഹി ഓർ ഷീ അല്ലെങ്കിൽ ഹിം ഓർ ഹെർ അങ്ങനത്തെ കുറേ പദങ്ങൾ വരാതിരിക്കുക. അവൾ, അവൻ, അവൻ്റെ, അവളുടെ അങ്ങനെ പറയാതിരിക്കുക. ദെയർ, അവരുടെ, ഞങ്ങളുടെ, അങ്ങനത്തെ
അങ്ങനത്തെ പദങ്ങളാണ് കൂടുതൽ യൂസ് ചെയ്യേണ്ടത്. ഒരിക്കലും ഈ പറയുന്ന പോലെ ജെൻഡറിലായിട്ട് മെയിൽ ഓർ ഫീമെയിൽ, ഇപ്പോൾ പുല്ലിംഗം സ്ത്രീലിംഗം നമ്മൾ മലയാളത്തിൽ പറയില്ല, അതേപോലെ ജെൻഡർ തരം തിരിച്ചിട്ടുള്ള യാതൊരുവിധ വാക്കുകളും ഇമെയിലിൽ കടന്നു വരാതിരിക്കുക. അത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഓക്കെ, അതിനാണ് പറയുന്നത് കീപ് ദ ലാംഗ്വേജ് ജെൻഡർ ന്യൂട്രൽ. ഓക്കെ, ആ പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാനുള്ള ഒരു സംഗതി യൂസ് ആക്റ്റീവ് ഇൻസ്റ്റെഡ് ഓഫ് പാസീവ്. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്. അപ്പോൾ അതിൽ ആക്റ്റീവ് വോയിസിൽ വേണം കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട്, പാസീവ് വോയിസ് ഉപയോഗിക്കരുത്. ഇപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ള വെച്ചാൽ യുവർ ഓർഡർ വിൽ ബി പ്രോസസ്ഡ്, നിങ്ങളുടെ ഓർഡർ പ്രോസസ്സ് ചെയ്യപ്പെടും. യുവർ ഓർഡർ വിൽ ബി പ്രോസസ്ഡ് ടുഡേ, ഇന്ന് നിങ്ങളുടെ ഓർഡർ പ്രോസസ്സ് ചെയ്യപ്പെടും എന്നുള്ളതിനേക്കാളും വി വിൽ പ്രോസസ് യുവർ ഓർഡർ ടുഡേ, ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ ഓർഡർ പ്രോസസ്സ് ചെയ്യുന്നതാണ്. ഓക്കെ, മലയാളത്തിൽ പറയുമ്പോൾ ചെറിയ വ്യത്യാസമുള്ളൂ, പക്ഷെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എൻ്റെ കുറച്ചധികം ഡിഫറൻസ് വരുന്നു. ഓക്കെ, ചെയ്യപ്പെടേണ്ടതാണ് എന്നതിനേക്കാളും ഇന്ന് ചെയ്തിരിക്കും, അത് രണ്ടിലത്തെ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ഇന്ന് ചെയ്യും, അങ്ങനെ നമ്മൾ പറയുന്നതിലത്തെ ആ ഒരു ഡിഫറൻസ് തന്നെയാണ് ആക്റ്റീവ് അല്ലെങ്കിൽ പാസീവ് വോയിസിൽ പറയുന്നത്. ഓക്കെ, ചെയ്യപ്പെടേണ്ടതാണ്, അപ്പോൾ അതിലൊരു കൺഫ്യൂസിങ് വരികയാണ്, ചെയ്യില്ലേ എന്നുള്ളത്. ഓക്കെ, പാസീവ് വോയിസിൻ്റെ കുഴപ്പമില്ല, പക്ഷേ ആക്റ്റീവ് വോയിസിൽ ഇന്ന് ചെയ്തിരിക്കും, ഇന്ന് ചെയ്യും. ഓക്കെ, ആ ഒരു ഡിഫറൻസ്, അതിനാണ് ആക്റ്റീവ് വോയിസ് അല്ലെങ്കിൽ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. അപ്പോൾ ലാംഗ്വേജ് എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആക്റ്റീവ് വോയിസ് യൂസ് ചെയ്യുക, സെൻറ്റൻസുകൾ ആക്റ്റീവ് വോയിസിൽ യൂസ് ചെയ്യുക. ആൻഡ് 10th one ഈസ് അവോയ്ഡ് ദ വേർഡ്സ്, ഏതൊക്കെ? അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. അർജൻറ്റ്, ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്ന രണ്ട് പദങ്ങൾ യൂസ് ചെയ്യരുത്, മാക്സിമം അത് ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിന് പകരം വേറെ എന്തെങ്കിലും വാക്കുകൾ ഉപയോഗിക്കാം, അർജൻറ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് എന്ന രീതിയിൽ. അപ്പം അത്തരത്തിലുള്ള വാക്കുകൾ അർജന്റ് ആയിട്ട്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എമർജൻസി ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, അർജന്റ് ആയിട്ടുള്ള, ഇമ്പോർട്ടൻറ്റ്, അങ്ങനത്തെ തരത്തിലുള്ള വാക്കുകൾ ഇമെയിലിൽ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. അതാണ് എറ്റിക്കേറ്റിൽ പറയുന്ന മറ്റൊരു കാര്യം. ഈവൺ ഇഫ് അത് അർജന്റ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മറ്റുള്ള ഒരാളുടെ ഒരു പ്രൈവസി കൂടിയാണ്. അപ്പോൾ അതിലേക്ക് കടന്നു കയറുന്ന പോലെയാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് അർജന്റ് ആണ്, ചെയ്യൂ, ഒരു കമാൻഡ് കൊടുക്കുന്ന പോലത്തെ ഒരു സംഗതി ചെയ്യാതിരിക്കുക. അത് അവർക്കും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്, എമർജൻസി ആണ് തോന്നുകയാണെങ്കിൽ അവരോട് ചെയ്യട്ടെ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസിക് എറ്റിക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള വാക്കുകൾ, അത് മെയിനായിട്ട് അതൊരു പൊളൈറ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ടോണിനെ നശിപ്പിക്കുന്നു ഇമെയിലിൽ. അത് കാരണമാണ് അർജന്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത്. ആ ഒരു പൊളൈറ്റ് ലാംഗ്വേജിനെ അത് നശിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഇമെയിൽ എറ്റിക്കേറ്റിൻ്റെ 10th പോയിന്റ്. ദെൻ 11th പോയിന്റ്, യൂസ് പ്രോപ്പർ സ്ട്രക്ചർ ആൻഡ് ലേഔട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു പാരഗ്രാഫ് തിരിച്ചെഴുതേണ്ട കാര്യങ്ങളെ പറ്റി പറഞ്ഞിരുന്നു. ഇപ്പോൾ പറയുന്ന പോലെ ഓരോ പാരഗ്രാഫ് കഴിഞ്ഞ് ചെറിയൊരു സ്പേസ് വിടുക, ചെറിയൊരു ലൈൻ വിടുക, ദെൻ ടൈപ്പ് ചെയ്യുക. പിന്നെ ഈ പറയുന്ന പോലെ കുത്തുകോമ അത്തരത്തിലുള്ള സംഗതികൾ യൂസ് ചെയ്യുക. ഇപ്പോൾ എന്തെങ്കിലും പോയിന്റ്സ് അതിൽ കൊടുക്കുന്നുണ്ട്, ചോദ്യങ്ങൾ ആൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് 1 by 1 നമ്പർ ഇട്ടിട്ട് പോയിന്റ് ഔട്ട് ചെയ്തിട്ട്, ചോദ്യങ്ങളാണെങ്കിൽ അത്തരത്തിൽ പോയിന്റ് ഔട്ട് ചെയ്ത് ചോദിക്കുക, ആൻസേഴ്സ് ആണെങ്കിൽ അതേപോലെ നമ്പർ ഇട്ടിട്ട് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ആൻസേഴ്സ് പറയുക. അപ്പോൾ അതിനാണ് ഇത് പറയുന്നത് യൂസ് പ്രോപ്പർ സ്ട്രക്ചർ ആൻഡ് ലേഔട്ട് എന്ന് പറയുന്നത്. ആൻഡ് 12th one ഈസ് കീപ് ഫ്ലെയിമിങ് അണ്ടർ കൺട്രോൾ. കീപ് ഫ്ലെയിമിങ് അണ്ടർ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കംപ്ലൈൻ്റ് ആയിട്ടുള്ളൊരു മെയിലാണ് നമ്മൾ അയക്കുന്നത് എങ്കിൽ നമുക്ക് നല്ലൊരു ടെമ്പർ ആയിട്ടുള്ള, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും അവരുടെ ഭാഗത്തുനിന്നൊരു റെസ്പോൺസ് ഇല്ല, അല്ലെങ്കിൽ ഇത്രയും പണം കൊടുത്ത് വാങ്ങിയ ഒരു പ്രൊഡക്റ്റ് നാശമായി, അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പരാതി പറയാക്കുക, അങ്ങനത്തെ എന്തെങ്കിലും സംഗതിയാണെങ്കിൽ നമ്മൾ ആ ദേഷ്യം കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യണം, ആ ഫ്ലെയിമിങ് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്തിട്ട് വേണം ഇങ്ങനത്തെ ഒരു മെയിൽ അയക്കാൻ. അല്ലാതെ നമ്മുടെ മുഴുവൻ ദേഷ്യം ആ ഒരു മെയിൽ നമ്മൾ പ്രകടിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, ബിക്കോസ് ഈ പറയുന്ന പോലെ അതിൻ്റെ ഒരു ഇമെയിൽ എന്ന് പറയുന്നതിൽ നമുക്ക് പോകാവുന്നതിൻ്റെ ഒരു മാക്സിമം ഉണ്ട്, ഒരു ബാലൻസിങ് ആയിട്ടുള്ള ഒരു ലെവലുണ്ട്, ഒരു പൊളൈറ്റ്നെസ്, അത് ഡാമേജ് ആയി പോകും. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഉയർന്ന് ഫ്ലെയിമിങ്, അത്രയും എന്താ പറയുക, ഹാർഷായിട്ട് സംസാരിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ, മുന്നത്തെ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റിൻ്റെ ബാക്കി തന്നെയാണത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നമ്മുടെ ഫുള്ള് ദേഷ്യവും വികാരവും ഒക്കെ അതിൽ കാണിക്കാം മെയിലിൽ, നമുക്ക് നമ്മുടെ വാക്കുകൾ വെച്ച് യൂസ് ചെയ്യാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അപ്പോൾ അതിനെയാണ് പറയുന്നത് കീപ് ഫ്ലെയിമിങ് അണ്ടർ കൺട്രോൾ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ആഡ് ഡിസ്ക്ലൈമേഴ്സ് ഇൻ ഇമെയിൽസ്. 14th point, ആഡ് ഡിസ്ക്ലൈമേഴ്സ് ഇൻ ഇമെയിൽസ്. ഡിസ്ക്ലൈമർ എന്ന് പറഞ്ഞാൽ
ഞങ്ങൾക്ക് പുറത്തു നിന്നും കിട്ടിയ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും പുറത്തു നിന്നുള്ള മാറ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്നെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഇന്ന ഉറവിടത്തിൽ നിന്നും സോഴ്സിൽ നിന്നും കിട്ടിയ വിവരമാണ് എന്ന് പറയുന്ന ഡിസ്ക്ലൈമർ നമ്മൾ ചേർക്കുന്നു. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ ആ വിവരത്തിന് മുകളിൽ, ആ ഒരു ഡാറ്റയുടെ മുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ ഉത്തരവാദിത്തമില്ല. ഇപ്പോൾ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമെന്ന് സിനിമ തുടങ്ങുന്നതിന് മുന്നേ എഴുതി കാണിക്കുന്നത് പോലെ നമുക്ക് ഈ കിട്ടിയ ഇൻഫോർമേഷൻ മറ്റൊരു സ്ഥലത്ത് നിന്ന്, സോഴ്സിൽ നിന്ന് കിട്ടിയതാണ്, നമുക്ക് അതിൻ്റെ മുകളിൽ വേറെ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല എന്ന് കൂട്ടിച്ചേർക്കുന്നത്. അതിനാണ് ഡിസ്ക്ലൈമർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും വിഷയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡിസ്ക്ലൈമർ ചേർക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് വരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ആൻഡ് 14th one, ചെക്ക് യുവർ ഇൻബോക്സ് ബിഫോർ യു ലീവ് ദ ഓഫീസ്. നമ്മുടെ ഓഫീസിൽ നിന്ന് പോകുന്നതിന് മുന്നേ നമ്മുടെ ഇൻബോക്സ് ചെക്ക് ചെയ്യുക. ഇൻബോക്സ് ചെക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റായിട്ട് റിലേറ്റ് ചെയ്യുന്നു. വിത്തിൻ 24 hours നമ്മൾ റിപ്ലൈ കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യത്തിന് എന്തുകൊണ്ടും ഉപകാരപ്രദമായിരിക്കും ഈ ഒരു പോയിന്റ്. അപ്പോൾ നമ്മൾ നോക്കി എന്തെങ്കിലും സംഗതികളുണ്ട്, കണ്ടു, റിപ്ലൈ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ മെയിൽ റിസീവ് ചെയ്തിട്ടുള്ള ഒരു 24 മണിക്കൂർ അതിനുള്ളിൽ നമുക്ക് തിരിച്ച് അയക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാ ദിവസവും മെയിൽ ബോക്സ് വൈകിട്ട് ചെക്ക് ചെയ്യുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 24 hours ഉള്ളിൽ നമ്മൾ റെസ്പോൺസ് ചെയ്തിരിക്കണം. ഓക്കെ, അത് ഇമെയിൽ എറ്റിക്കേറ്റ് ആണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞ അർജൻറ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു സംഗതി വയ്ക്കാതിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഡൂസ് എന്നുള്ളതിൽ ഒരു 14 പോയിന്റ് നമ്മൾ പറഞ്ഞു. ഇമെയിൽ എറ്റിക്കേറ്റിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് വൺ, ബി കൺസൈസ് ടു ദ പോയിന്റ്. Second one, write in a positive tone. Third one, address all questions. Fourth one, write about a single subject. Fifth one, use proper spelling, grammar and punctuation. Sixth one, read the email before send it. Seventh one, provide all supporting information. Eighth one, keep language gender neutral. Ninth one, use active instead of passive. 10th one, avoid using urgent or important. അല്ലെങ്കിൽ അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് വാക്കുകൾ അധികം ഉപയോഗിക്കാതിരിക്കുക, അത്തരത്തിലുള്ള വാക്കുകൾ. 11th one, യൂസ് പ്രോപ്പർ സ്ട്രക്ചർ ആൻഡ് ലേ ഔട്ട്. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 12th one, കീപ് ഫ്ലെയിമിംഗ് അണ്ടർ കൺട്രോൾ. 13th one, add disclaimers to the email. 14th one, check your inbox just before you leave the office. ഓഫീസിൽ നിന്ന് പോകുന്നതിന് മുന്നേ ഇൻബോക്സ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ 14 പോയിന്റുകളാണ് നമുക്ക് ഡൂസിൽ പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് വരാനുള്ളത് ഡോൺസ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇമെയിലിൽ നമ്മൾ ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിലത്തെ പോയിന്റുകൾ ഈ പറഞ്ഞ പോലെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റുകൾ തന്നെയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡോൺസിൽ പറയുന്നത് എന്നുള്ളത്.